പത്തനംമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നന്ദുവും അനിയാണെങ്കിൽ നമ്മൾ കടൽ തീരത്തിരുന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മളെ നന്ദുവിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയമൊക്കെ ഉണ്ട്. കാര്യം വെച്ചാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവുമെന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ നമ്മളെ നന്ദുവിൻ്റെ മനസ്സിലുണ്ടെങ്കിലും പക്ഷേ നമ്മൾ അനിക്കാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഇതും ഇല്ല കേട്ടോ. ഒരു ടെൻഷനോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അനി പറയുന്നുണ്ട്, അപ്പോൾ നന്ദു ഇങ്ങനെ അനിയടുത്ത് പറയുന്നുണ്ട്, അനി ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമൊക്കെ ആവുമെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനി പറയുന്നുണ്ട്, അത് നിൻ്റെ മനസ്സിൽ പേടിയുള്ളതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സോ കാര്യങ്ങളോ അങ്ങനെ പേടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അനി പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ അനി പറയുന്നുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ആവാം, നിൻ്റെ കഴുത്തിൽ ഞാൻ തന്നെ താലി കെട്ടും, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഭയക്കുന്നതെന്നൊക്കെ അനി ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ എന്ത് പറയുന്നുണ്ട്, സച്ചിയുടെ ഒരു ആലോചന വന്നതുപോലെ വീട്ടുകാർ ഇതുപോലെ എന്നെ അടുത്ത് നിർബന്ധിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് സമ്മതിക്കേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയൊരു കല്യാണ ആലോചനയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് സമ്മതിക്കേണ്ടി വരുമെന്നൊക്കെ നമ്മൾ നന്ദു ആണെങ്കിൽ വലിയ വിഷമത്തോടെ നമ്മൾ അനിയെടുത്ത് പറയുന്നുണ്ട്. അനിയാണെങ്കിൽ അങ്ങനെ നല്ല വിഷമത്തോടെ ഇങ്ങനെ ചോദിച്ചു, അങ്ങനെ ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ നീ എന്നെ മറന്നിട്ട് നീ വേറെ ഒരാളുമായിട്ട് പോയി കല്യാണം കഴിച്ച് നീ സുഖമായിട്ട് ജീവിക്കുമോ എന്നൊക്കെ ഭയങ്കര വിഷമത്തോടെ നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അനി പറയുന്നുണ്ട്, നീ അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്ക് ഉറപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നന്ദു പറയുന്നുണ്ട്, നിനക്കറിയാലോ അന്ന് അമ്മയാണെങ്കിൽ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ സച്ചിയുടെ കാര്യത്തിൽ ഞാൻ സമ്മതം മൂളി എന്നുള്ള കാര്യമൊക്കെ നിനക്കറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളെ വീട്ടുകാർ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ കല്യാണത്തിന് അവർ മനസ്സ് മാറി അവർ സമ്മതിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിനെ സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നന്ദു ആണെങ്കിൽ അനിയടുത്ത് പറയുന്നുണ്ട്, മുമ്പ് ഞാൻ ഇതിനൊക്കെ ജോത്സ്യനെ പോയി കണ്ടു, പക്ഷേ അയാൾ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന ചെറുക്കനെ തന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് എനിക്കത് അത്ര വിശ്വാസം ഇല്ലായിരുന്നെങ്കിലും പക്ഷേ ഇപ്പം എനിക്ക് അതിനകത്തോട് ഒരുപാട് വിശ്വാസവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ നമ്മൾ നന്ദു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ആദർശ് നയനയും കൂടെ ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ സമയത്താണെങ്കിൽ നമ്മൾ നയനയുടെ കണ്ണിൽ ഇങ്ങനെ ശ്രദ്ധപ്പെട്ടു കേട്ടോ. നമ്മൾ അനിയുടെ ബൈക്കിനകത്താണെങ്കിൽ നന്ദു കയറുന്നതായിട്ട് അങ്ങനെ നമ്മൾ ആദർശൻ്റെ അടുത്ത് നയന പറഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ ആദർശാണെങ്കിൽ വണ്ടി ഓവർടേക്ക് ചെയ്തിട്ട് നമ്മൾ അനിയെ ഓടിച്ചിട്ടുന്ന ബൈക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്ന് ഓവർടേക്ക് ചെയ്ത് നിന്ന് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ സമയത്ത് രാത്രി ഇവളുമായിട്ട് ഇങ്ങനെ കറങ്ങരുതെന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആദർശാണെങ്കിൽ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനി. അങ്ങനെ നമ്മൾ നന്ദുവിനാണെങ്കിൽ രാത്രി ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാര്യമൊക്കെ നമ്മൾ നയനയാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നയനയാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള കല്യാണത്തിനൊന്നും ഞങ്ങൾക്കൊരു വിരോധമോ കാര്യങ്ങളോ ഇല്ല, പക്ഷേ നിൻ്റെ അമ്മയാണെങ്കിലും അതുപോലെ തന്നെ നവ്യയാണെങ്കിലും ഒക്കെ ഈ കല്യാണത്തിനെതിരെ അവരെങ്ങനെയായാലും ഈ കല്യാണം മുടക്കാൻ വേണ്ടി അവർ ശ്രമിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനി പറയുന്നുണ്ട്, ഇനി ആരൊക്കെ എന്തൊക്കെ മുടക്കാൻ ശ്രമിച്ചാലും ശരി തന്നെ, എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് ഞാൻ നന്ദുവായിട്ടേ ഞാൻ കല്യാണം കഴിക്കത്തതേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ നന്ദു ഉള്ളതെന്നൊക്കെ നമ്മൾ അനിയാണെങ്കിൽ പറയുന്നുണ്ട് നവ്യ എടുത്ത് ആദർശിൻ്റെ അടുത്ത്. കുറച്ച് തീരുമാനം കേട്ടിട്ടാണെങ്കിൽ നമ്മൾ ആദർശിൻ്റെ നയനിക്കാണെങ്കിലും ഒന്നും തിരിച്ച് പറയാനുള്ളൊരു മറുപടി അവർക്ക് ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും അനിയുടെ വിവാഹമോചനം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ വീട്ടുകാരൊക്കെ സമ്മതിക്കുമായിരിക്കും, അവരൊക്കെ മനസ്സ് മാറുമെന്നൊക്കെ ഇങ്ങനെ നമ്മളൊരു ആദർശാണെങ്കിൽ നയനയെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദർശാണെങ്കിൽ ദുബായിൽ പോകാൻ വേണ്ടിയൊക്കെ എല്ലാം റെഡിയാക്കി ഇറങ്ങുന്നുണ്ട് വീട്ടിൽ നിന്ന് കേട്ടോ. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിക്കാണെങ്കിലും അതുപോലെ തന്നെ ദേവ്യാനിക്കും നയനിക്കൊക്കെ ആണെങ്കിലും നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മൾ അഭിയാണെങ്കിൽ ഇങ്ങനെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ചെല്ലടാ ചെല്ല്, നിനക്കുള്ള പണി എന്തായാലും ദുബായിൽ കാത്തിരിപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവരെ ശത്രുവായിട്ടുള്ള ഒരാളുമായിട്ടാണ് നമ്മൾ അഭിയാണെങ്കിൽ എല്ലാ ഗൂഢാലോചനകളും നടത്തിയിട്ട് ആദർശനുള്ള ഒരു കെണിയാണെങ്കിൽ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ആദർശ് പോയതിന് ശേഷമാണെങ്കിൽ നമ്മൾ നവ്യാണെങ്കിൽ ഒരു കടുത്ത തീരുമാനമായിട്ടാണെങ്കിൽ പഴയ ഒരു മോഡലിംഗ് ആയിട്ട് കുറച്ചൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു സ്വപ്നത്തിലേക്ക് വീണ്ടും പൊടി തട്ടിയൊക്കെ നമ്മൾ നവ്യ ഇറങ്ങിയിട്ടുണ്ട്. കാര്യം ഇപ്പോൾ അവിക്ക് ജോലിയില്ലാത്ത സാഹചര്യത്തിൽ അവരുടെ ചിലവും കാര്യങ്ങളൊക്കെ എല്ലാം നടത്തണം. അതിപ്പോൾ ഞാനിനി മോഡലിംഗ് ആയിട്ട് ചെയ്തിട്ട് വേണം ഞാൻ ഞങ്ങളെ ചിലവ് നടത്താൻ എന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിലാണെങ്കിൽ നമ്മൾ ജലജയാണെങ്കിലും കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണെങ്കിലും നമ്മൾ നവ്യാണെങ്കിലും ആ ഒരു ഉറച്ച തീരുമാനത്തിലോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുമ്പേ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു ഫീൽഡ് അവർക്ക് ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ നവ്യാണെങ്കിൽ അതനുസരിക്കാതെയൊക്കെ നവ്യ ഇവരെ എത്രത്തോളം നാണം കെടുത്താമെന്നുള്ളൊരു ചിന്തയിലാണ് നവ്യാണെങ്കിൽ ആ ഒരു ഉറച്ച് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മളെ ജലജയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ നമ്മളെ നവ്യാണെങ്കിൽ മോഡലിങ്ങിന് ഇറങ്ങുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നവ്യ മോഡലിംഗ് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ അവിടെ ആർക്കും ആ ഒരു ഫീൽഡ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എങ്ങനെയും നവ്യാണെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് അവരെന്തായാലും ഇറക്കി വിടുമെന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ അഭിയാണെങ്കിലും ജലജയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്ക് അവർ അങ്ങനെ പറയുന്നുണ്ട്, അഭി എങ്ങനെയെങ്കിലും നവ്യക്കാണെങ്കിലും കുറച്ചും കൂടെയൊക്കെ ഏരിയേറ്റി കൊടുത്തിട്ടാണെങ്കിലും നവ്യ ഇതിൻ്റെ പിറക്കെ തന്നെ പോകണമെന്നുള്ള ഒരിത് കൊണ്ട് നമ്മൾ ജലജയും അഭിയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നവ്യക്കാണെങ്കിൽ ഇങ്ങനെ ഏരിയേറ്റി കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യം നവ്യ അറിയാതെ നവ്യാണെങ്കിൽ ഇവരെ സ്നേഹമാണ് സത്യമാണെന്നും
പറഞ്ഞിട്ട് നവ്യയും ഇവർക്ക് പിന്നാലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ അഭിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും നവ്യ ഇവിടുന്ന് പ്രശ്നങ്ങളായിട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഓഹരി ചോദിച്ചിട്ട് നമുക്കും പുറത്ത് പോയി നല്ല സുഖമായിട്ട് ജീവിക്കണം. ആ സമയത്ത് വേറൊരു പെണ്ണൊക്കെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയൊക്കെയാണ് അഭിയുടെയൊക്കെ ഒരു തീരുമാനം. നമ്മൾ നവ്യയാണെങ്കിൽ പോയി ബ്യൂട്ടി പാർലറൊക്കെ പോയി എല്ലാം നല്ല മോഡലൊക്കെ ആയിട്ട് ഉള്ള ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അനന്തപുരിയിലേക്ക്. അങ്ങനെ ആ നവ്യയെ കാണുന്ന സമയത്താണെങ്കിൽ എല്ലാവരും ഒരു ഷോക്കോടെയാണ് കേട്ടോ നവ്യയെ നോക്കുന്നത്. കാര്യം വെച്ചാൽ വീട്ടിൽ നിന്ന് പോയ ഒരു വേഷത്തിലല്ല നവ്യ തിരിച്ച് അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ മോളെ എന്തൊരു വേഷമാണ് ഇത് കുടുംബത്തിന് ചേരുന്ന വേഷമൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കുടുംബത്തിന് നാണക്കേടൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ എവിടെ അഴിഞ്ഞാടാനോ ഒന്നിനും ഞാൻ പോയതല്ല, എൻ്റെ അഭിക്കാണെങ്കിൽ ജോലിയില്ല, അപ്പോൾ ഞങ്ങൾക്കത് ജീവിക്കണ്ടേ, ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ എനിക്കറിയുന്ന തൊഴിൽ ഇതാണ്, അപ്പോൾ ചെയ്ത് എനിക്ക് ജീവിച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ഇവിടെ ഇപ്പം താമസിക്കാൻ വേണ്ടി ആർക്കും പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരെയും ചിലവും കാര്യങ്ങളും ഞങ്ങൾ നോക്കുന്നില്ലേ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ നവ്യയാണെങ്കിൽ അതിനൊന്നും വഴങ്ങുന്നില്ല കേട്ടോ. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ അഭിക്കാണെങ്കിൽ ഇപ്പം ഇവിടെ വേറൊരു കമ്പനിയിലും നിങ്ങൾ സ്ഥാനം കൊടുക്കുന്നതും ഇല്ല, അപ്പോൾ അഭിക്കാണെങ്കിൽ വേറൊരു പുറത്തൊരു കമ്പനിയിൽ പോയി ജോലി ചെയ്താൽ അവനിക്കത് നാണക്കേടില്ലേ, അപ്പോൾ എനിക്കറിയാവുന്ന തൊഴിൽ ഞാൻ ചെയ്യുകയാണെന്ന് പറയും. ഇപ്പം ഏതെങ്കിലും ഒരു സമയത്താണെങ്കിലും ഞാൻ പ്രശസ്തിയാവുമെന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് കുപ്രശസ്തിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നവ്യയാണെങ്കിൽ എല്ലാവരെയും കൂടെ വളർന്നിട്ട് ആക്രമിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് നവ്യ പറയുന്നുണ്ട്, ഇവിടെ ചിലരാണെങ്കിൽ പുറത്ത് മാന്യത ചമഞ്ഞാണെങ്കിൽ അവർ ജീവിക്കും, പക്ഷേ അവർ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്തൊക്കെയാണെന്ന് ബാക്കിയുള്ളവർക്കല്ലേ അറിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ കിടന്നൊരു പെണ്ണിനെ ആണെങ്കിൽ ഗർഭിണിയാക്കിയിട്ട് ഒന്നും അറിയാത്ത കണക്ക് ഇവിടെ വന്നിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശനാണെങ്കിൽ എല്ലാവർക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. അതിപ്പം പിന്നെ നവ്യയും കുഞ്ഞിനെയൊക്കെ പറയുന്ന സമയത്താണെങ്കിലും മുത്തശ്ശനും എല്ലാവർക്കും ഒരു സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യ പറയുന്നുണ്ട്, ആദ്യം നിങ്ങൾ അതിനൊക്കെ ഒരു തീരുമാനവും കാര്യങ്ങളും ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യ പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ദേഷ്യം അങ്ങോട്ട് തീരുന്നില്ല. ദേഷ്യം അടക്കാൻ പറ്റാതെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവളൊരു പെണ്ണായി പോയി, എണ്ണ അടിച്ച് ഞാൻ പൊട്ടിച്ച് തന്നെ അവളെ അഹങ്കാരം ഞാനങ്ങ് തീർത്ത് കൊടുത്തതെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ജലജയാണെങ്കിൽ നമ്മളെ നവ്യയ്ക്കാണെങ്കിൽ നവ്യയെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിച്ചിട്ട് നമ്മളെ ജലജ അങ്ങ് റൂമിലോട്ട് പോയിട്ടോ. ആ സമയത്താണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, നവ്യയ്ക്കാണെങ്കിൽ ഇത്രയും ഓരോന്ന് പറഞ്ഞു കൊടുത്ത് നവ്യ ഇളക്കി വിടുന്നത് അവിയും ജലജയാണെന്നുള്ള കാര്യമൊക്കെ ആണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ആണെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാലാണെങ്കിൽ അവളെല്ലാവരെയും അകറ്റി നിർത്തുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിലും സഹിക്കാൻ പറ്റുന്നതിൻ്റെ അത്ര അവർ സഹിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ അവരെ കാര്യം നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ ആണെങ്കിൽ ആദർശാണെങ്കിൽ നയനയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നമ്മളെ നയനയാണെങ്കിൽ നവ്യയെ പറഞ്ഞൊക്കെ മനസ്സിലാക്കാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായ നയനയാണെങ്കിൽ നേരെ മുത്തശ്ശി എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി എടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളെ മുത്തശ്ശി ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, എന്തായാലും ഇതിന് ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇവിടെയുള്ള മരുമക്കളൊന്നും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നയന ചോദിക്കുന്നുണ്ട്, ആ അബിയെ എന്തിനാണ് മുത്തശ്ശി ഇങ്ങനെ സംരക്ഷിക്കുന്നത്? ആ സമയത്ത് നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും ഇനി അത് കുറച്ച് നാളും കൂടെ ഉള്ളൂ, ഞാൻ എല്ലാ സത്യങ്ങളും എല്ലായിടത്തും വിളിച്ച് പറയാനൊക്കെ പോവാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നയനയാണെങ്കിൽ ഒരു സ്വപ്നം കാണുന്നുണ്ട്, ആദർശനാണെങ്കിൽ ദുബായിൽ വെച്ച് ഇങ്ങനെ ഒരു വലിയൊരു അപകടം സംഭവിക്കുന്നതൊക്കെ ആയിട്ട് സ്വപ്നം കണ്ട് നമ്മൾ നയനയാണെങ്കിൽ അലറി വിളിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കാര്യം നമ്മൾ ദേവയാനി അടുത്ത് പറഞ്ഞ സമയത്ത് ദേവയാനിയും നമ്മളെ ജയനുവാണെങ്കിൽ പോയി അമ്പലത്തിലൊക്കെ പോയി വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ അഭിയും ഗുണ്ടകളൊക്കെ ആണെങ്കിൽ ചേർന്നിട്ട് ആദർശനെ ഇല്ലാതാക്കാനൊക്കെ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ നയനയുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടിട്ടാണെങ്കിലും ആദർശാണെങ്കിലും ഒരു പോറൽ പോലും സംഭവിക്കാതെ ആദർശാണെങ്കിലും തിരിച്ച് നാട്ടിലെത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അഭിയാണെങ്കിൽ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നതുമില്ല, അഭിക്കാണെങ്കിൽ ഇട്ട് നല്ല എട്ടിൻ്റെ പണിയാണെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ആദർശാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മുത്തശ്ശൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നുണ്ട്, എന്തായാലും ഇനി അഭിയെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, അഭിയുടെ എല്ലാ കാര്യങ്ങളും നവ്യെ അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അഭിയുടെ അവസാനമായിരിക്കും എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ആദർശാണെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ആദർശ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുത്തശ്ശനാണെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അഭി മുഖേന നമ്മൾ ആദർശാണെങ്കിൽ ദുബായിൽ അവിടെ ചെന്നിട്ട് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നെ ആദർശ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും ആണെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, എന്തായാലും എല്ലാ സത്യങ്ങളും തെളിവോട് കൂടി തന്നെ നവ്യയ്ക്ക് പെടുത്തണമെന്നാണ് എല്ലാവരും തീരുമാനം ഇട്ടത്. അപ്പം നമ്മൾ അബിയുടെ ആണെങ്കിൽ അവനൊരു ക്രൂരനാണെന്നും അവൻ്റെ മുഖംമൂടി അഴിച്ച് വീഴ്ത്തണമെന്നൊക്കെ ഉള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ അനന്തപുരിയിലാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും എത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.